തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസ്തംഭനത്തിനെതിരെ UDF അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയേക്കും. ഇന്ന് വൈകിട്ട് ചേരുന്ന കൗൺസിലർമാരുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറിയത്. അവിടെയാണ് ഇപ്പോൾ അവിശ്വാസത്തിനുള്ള നീക്കം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് അവർ പറയുന്നത്? സ്വാതി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണ സ്തംഭനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കാരണം അല്പസമയം മുമ്പാണ് ആരോഗ്യമന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലെ UDF കൗൺസിലർമാരുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് നിലവിലെ BJP ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഒരു പ്രാഥമിക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് UDFന്റെ എല്ലാ കൗൺസിലർമാരുടെയും പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ കൗൺസിലർമാരോടക്കം ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കൗൺസിലർമാർ അടക്കം ഈ തീരുമാനം അംഗീകരിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗത്തിന് മുൻപ് തന്നെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാനാണ് UDFന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ കൗൺസിൽ യോഗത്തിൽ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് വരും. സെക്രട്ടറി ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിന് അംഗീകാരം നൽകുകയാണെങ്കിൽ അവിടെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് വരും, അല്ലെങ്കിൽ അവിടെ ഒരു വോട്ട് ഓൺ കൗണ്ട് വരും. അതിനുശേഷം UDFും LDFും സമാന്തരമായി അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഭരണസമിതിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. നിലവിൽ 101 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 UDF കൗൺസിലർമാരാണുള്ളത്. BJPക്ക് നിലവിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അവരുടെ ഒരു കൗൺസിലർ, വാഴട്ടുകോണം കൗൺസിലറായിട്ടുള്ള R സുഗതൻ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. അങ്ങനെ തന്നെയാണെങ്കിൽ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് വരികയും LDFും UDFും പിന്നെ ഉള്ള ഒരു സ്വതന്ത്രനും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുക തന്നെ ചെയ്യും. സ്വാതി. ശരി ഹാൻസ്.